പ്രഖ്യാപനങ്ങൾ കൃത്യമായി നിറവേറ്റാൻ കഴിഞ്ഞ സർക്കാരാണ് കേരളത്തിന്റേതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ചവറ TS കനാലിന് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെയും സെന്റ് ഗ്രിഗോറിയോസ് സ്കൂൾ കെട്ടിടത്തിന്റെയും ശിലാസ്ഥാപന കർമ്മം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്രിയാത്മകമായ ഇടപെടലിലൂടെ പ്രഖ്യാപനങ്ങൾ കൃത്യമായി നിറവേറ്റാൻ കഴിഞ്ഞ സർക്കാരാണ് കേരളത്തിന്റേതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. ചവറ TS കനാലിന് കുറുകെ നിർമ്മിക്കുന്ന കോവിൽത്തോട്ടം പാലത്തിന്റെയും സെന്റ് ലിഗോറിയസ് സ്കൂൾ കെട്ടിടത്തിന്റെയും ശിലാസ്ഥാപന കർമ്മം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ആളെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റിക്രൂട്ട്മെന്റ് ബോർഡ് വന്നു. അത് ഞാൻ നേരത്തെ പറയാം. ഇനി കേരളത്തിലെ പൊതുമേഖലയിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ മന്ത്രിയുടെയോ ആരെങ്കിലും ബന്ധുവാണ് അല്ലെ യൂണിയൻകാരെ പിടിച്ചാൽ മതി, ഒരു തരത്തിൽ പിടിച്ചാലും ഒരു പോസ്റ്റിലും ഒരു തരത്തിലുള്ള ഇടപെടലും ഇല്ലാത്ത രൂപത്തിൽ നിയമനം സുതാര്യമാക്കി റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ MD-മാരുടെ ഫസ്റ്റ് റിക്രൂട്ട്മെന്റാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പം അതിൽ ഇവിടെ പുതിയ ആളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ പദ്ധതി പൂർണ്ണമാകുന്നത്. കരിമണൽ വ്യവസായത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. നിലവിൽ കോവിൽത്തോട്ടത്തിൽ KMML 14 കോടിയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. KMML-ന്റെ TP യൂണിറ്റ് DC വർക്കേഴ്സിന്റെ തൊഴിൽ ദിനങ്ങൾ 23 വർദ്ധിപ്പിക്കും. മൈനിങ്ങിനായി കമ്പനി മാറ്റിപ്പാർപ്പിച്ച 122 കുടുംബങ്ങളെ 6 മാസത്തിനുള്ളിൽ തിരികെ പാർപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 8.5 കോടി രൂപ ചിലവാക്കിയാണ് കോവിൽത്തോട്ടം പാലത്തിന്റെ നിർമ്മാണം. പാലത്തിന്റെ നിർമ്മാണ തുക KMML-ഉം ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയും തുല്യമായി വഹിക്കും. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഡിസൈനും എസ്റ്റിമേറ്റും തയ്യാറാക്കി മേൽനോട്ടം വഹിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 1.5 കോടി രൂപ ചിലവഴിച്ച് സ്മാർട്ട് ക്ലാസ് റൂം സഹിതമുള്ള ആധുനിക കെട്ടിടം സെന്റ് ലിഗോറിയസ് സ്കൂളിന് KMML നിർമ്മിച്ചു നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വ്യവസായ മന്ത്രി പി രാജീവിന്റെയും ഇടപെടലിലൂടെയാണ് തടസ്സങ്ങൾ നീങ്ങി പാലം യാഥാർത്ഥ്യമാകുന്നത്. സ്കൂൾ കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിനാൽ ക്ലാസുകൾ ശങ്കരമംഗലം ഗേൾസ് ഹൈസ്കൂളിലേക്ക് മാറ്റും. ദേശീയ ജലപാത വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന പഴക്കമുള്ള കോവിൽത്തോട്ടം നടപ്പാലം ഉടനെ പൊളിച്ചുമാറ്റി പകരം താൽക്കാലിക ജങ്കാർ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് ടെൻഡർ നടപടികൾ പൂർത്തിയായി. സുജിത് വിജയൻ പിള്ള MLA അധ്യക്ഷത വഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര, ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JR സുരേഷ് കുമാർ, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.